ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ചിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സാണ്. ഏതൊക്കെയാണ് ആ കറണ്ട് അഫേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? വിദർഭയാണ്. വിദർഭയാണ് 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ. 2025 ഏത് രാജ്യത്താണ് ഗാരൻസ് എന്ന ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്? ഫ്രാൻസ്. ഫ്രാൻസിലാണ് 2025 ഗാരൻസ് എന്ന ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ച കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ച കമ്പനി വോൾവോ ട്രാക്സ്. വോൾവോ ട്രാക്സ് ആണ് ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ച കമ്പനി. ഈ അടുത്ത് ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടറിംഗ് ചിപ്പ് ഏതാണ്? ഓസ്ലോട്ടാണ്. ഈ അടുത്ത് ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടറിംഗ് ചിപ്പാണ് ഓസ്ലോട്ട്. ഈ അടുത്ത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിത ബജറ്റ് അവതരിപ്പിച്ചത്? ഈ അടുത്ത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിത ബജറ്റ് അവതരിപ്പിച്ചത്? രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഈ അടുത്ത് ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലം. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം ലീലാവതി. 2028 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ്. 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയമാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. എന്നാണ് ലോക വന്യജീവി ദിനം? മാർച്ച് 3. മാർച്ച് 3 ലോക വന്യജീവി ദിനം. അതിൻ്റെ പ്രമേയമാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇൻ പീപ്പിൾ. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയതാരാണ്? KP രാമനുണ്ണി. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയത് KP രാമനുണ്ണി. ഇത്രയും പ്രധാനപ്പെട്ട 10 കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഞാനൊന്നും കൂടെ ക്വസ്റ്റ്യൻസ് വായിക്കാം. അപ്പോൾ ആൻസർ നിങ്ങൾ മനസ്സിൽ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അതിനുശേഷം ഞാൻ ആൻസർ പറയുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഏതായിരുന്നു ഡിസ്കസ് ചെയ്തത്? 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ. 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഒന്ന് ഓർത്ത് നോക്കൂ. വിദർഭയാണ്. വിദർഭയാണ് 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഏത് രാജ്യത്താണ് ഗാരൻസ് എന്ന ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്? എവിടെയാണ്? ഫ്രാൻസിലാണ്. ഫ്രാൻസിലാണ് ഗാരൻസ് എന്ന ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ച കമ്പനി ഏതാണ്? വോൾവോ ട്രാക്സ് ആണ്. വോൾവോ ട്രാക്സ് ആണ് ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ച കമ്പനി. ഈ അടുത്ത് ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടറിംഗ് ചിപ്പ് ഏതാണ്? ഓർത്ത് നോക്കൂ. ഈ അടുത്ത് ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടറിംഗ് ചിപ്പ് ഏതാണ്? ഓസ്ലോട്ടാണ്. കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഈ അടുത്ത് ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടറിംഗ് ചിപ്പാണ് ഓസ്ലോട്ട്. ഈ അടുത്ത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഹരിത ബജറ്റ് അവതരിപ്പിച്ചത്? ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിത ബജറ്റ് അവതരിപ്പിച്ചത്? രാജസ്ഥാനാണ് ഹരിത ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലത്താണ്. കൊല്ലം. 2025 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് 2025 ആർക്കാണ്? ഓർത്തു നോക്കൂ. എം ലീലാവതി. എം ലീലാവതിക്കാണ്. 2025 ലോക വന്യജീവി ദിനം എന്നാണ്? വന്യജീവി ദിനം മാർച്ച് 3. വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? പ്രമേയം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്
ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. കേരളത്തിൽ ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏതാണ്? ഏറനാട്. മലപ്പുറത്തുള്ള ഏറനാടിലാണ് കേരളത്തിലെ ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ്. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയതാരാണ്? ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയത് KP രാമനുണ്ണിയാണ്. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? KP രാമനുണ്ണിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 കറണ്ട് അഫേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ തരുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഇനി അടുത്ത ക്ലാസ് എടുക്കാനുള്ള മോട്ടിവേഷനാണ് എനിക്ക്. ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്.